പിന്നെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ വിചാരിച്ചിരുന്നതോ ഈ ആക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് ക്രൈറ്റുള്ള മാത്രമായിട്ടാണ് പോകുന്നത്. ഒരു സോങ്ങുണ്ട്, ഒരു സ്റ്റണ്ടാണ്. സ്റ്റണ്ടിനൊക്കെ അത്യാവശ്യം ബഡ്ജറ്റ് ആവുന്നതാണ്. സിനിമയിൽ ഏറ്റവും കൂടുതൽ സ്റ്റണ്ട് ചെയ്യാനാണ് കൂടുതൽ ക്യാഷ് ആവുന്നതാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് ആയിട്ടുണ്ട്. സ്റ്റണ്ട് മാസ്റ്ററൊക്കെ വെച്ച് തന്നെയാണ് സ്റ്റണ്ട് ചെയ്തത്. 3 ക്യാമറ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റണ്ട് ചെയ്യാനായിട്ട്. അതുകൊണ്ട് എക്സ്പെൻസ് ആയിട്ടുണ്ട്. സോങ് ചെയ്യാനായിട്ട് 2 ക്യാമറയാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ നല്ലൊരു എക്സ്പെൻസ് ആയിട്ടുണ്ട്. ഒരു പാട്ട് മ്യൂസിക് ചെയ്തതല്ല ഫേസ്ബുക്ക് കൂട്ടായ്മ തന്നെയാണോ? എറണാകുളത്തുള്ള ഫസൽ എന്ന മുമ്പ് മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു യങ്ങായിട്ടുള്ള മ്യൂസിക് ഡയറക്ടറാണ്. പാട്ട് പാടിയിരിക്കുന്നത് നിതിൻ കെ ശിവ, പ്ലേ ബാക്ക് സിംഗറാണ്. ഹോസ്ലറിലെ പാട്ട് പാടി നിതിൻ കെ ശിവയാണ് ഇതിൻ്റെ സോങ് പാടിയിരുന്നത്. നല്ലൊരു പാട്ടാണ്, എല്ലാവർക്കും കേട്ടുകാർ ഇഷ്ടപ്പെടും. ഇപ്പോഴും അത് കൂട്ടായ്മ ഉണ്ടോ, അതോ നിങ്ങൾ ഇപ്പോഴും അത് തന്നെയാണ് ചെയ്യുക? അവർ എല്ലാ ഹെൽപ്പും കാര്യങ്ങളും ഉണ്ടുണ്ട്, ഒരുമിച്ച് തന്നെയാണ്, എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്. അടുത്ത മൂവി ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. ഫേസ്ബുക്ക് എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയില്ല, ഫേസ്ബുക്കിലൂടെ വന്നതുകൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിനെ കൂട്ടാൻ, അല്ലാതെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പില്ല. അങ്ങനെ ഫേസ്ബുക്കിലൂടെ വന്നതുകൊണ്ടാണ് ഞാൻ ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഫേസ്ബുക്കിലൂടെ ഉണ്ടായ കൂട്ടുകാർ. അതില് ആരായിരിക്കും നായകൻ? DP ആയിരിക്കും, അവനെ ആരായിരിക്കും ഉദ്ദേശിക്കണത്? ഇപ്പോൾ അടുത്ത ഇതിനകത്ത് ഡയറക്ടർ ഞാനല്ല, ജ്യോതിഷ് എന്ന് പറയപ്പെടുന്ന ഞങ്ങളുടെ കൂടെ തന്നെയുള്ള പുതിയവരാണ്. ഞങ്ങൾക്കുള്ള കൂടെയുള്ള എല്ലാവർക്കും പരസ്പരം അവസരങ്ങൾ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഡയറക്ടർ ടീമിനകത്ത് ഞാനുണ്ട്, സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റ് എല്ലാം ഉണ്ടായിരുന്നു. നായകൻ ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങൾ എത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഉടനെ തന്നെ അവരിലോട്ട് എത്തും. ടൊവിനോയും പൃഥ്വിരാജിനെയാണ് നിങ്ങൾ കാണണം. ഇവരെല്ലാവരും ഉണ്ടാവും. രജൻ കൃഷ്ണയ്ക്ക് ടൊവിനോയുടെ പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്ന ഒരു ക്യാരക്ടർ മാറ്റി വെച്ചിട്ടുണ്ട്. അനൂപിനും ഡേയ്സിനുണ്ട്, നിളയുമുണ്ട്. ഞങ്ങളെല്ലാം അതിൻ്റെ ഭാഗമായിരിക്കും. നിലയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ചോദ്യം ചോദിച്ചല്ലേ? അല്ലേ? നിലയ്ക്ക് അവസരം വാങ്ങിച്ചു കൊടുത്തല്ലേ? അല്ല, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അങ്ങനെ ഒരു രാജ്യത്തോടെ എന്താണ് ഉറപ്പല്ലേ? ഇപ്പൊ ഞാനല്ല UEC-യില് ഏത് നായികയിരുന്നാലും ഉറപ്പായിട്ടും പോകും. അതെനിക്ക് ആഗ്രഹം ഉണ്ടാവും, ഉറപ്പായിട്ടും ചാൻസ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയല്ല, നമുക്കിപ്പം ഞാനിപ്പോ ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോ സത്യത്തിൽ പഠിച്ചു വരുന്നതേ ഉള്ളൂ. നമ്മൾ ഈ ഫിലിംസ് ഓരോന്ന് കാണുമ്പോഴും ഒരുപാട് പേരുടെ ആക്ടിങ് കാണുമ്പോഴും നമുക്ക് തോന്നി ഇങ്ങനെ അഭിനയിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ഡൗട്ട് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ ഇൻഡസ്ട്രിയിലുള്ള ആരുടെ കൂടെയാണ് നമ്മൾ കിട്ടിയത് നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നാണ് ഫസ്റ്റ്. അതാണ് എൻ്റെ ഏകദേശം വലുതോ ചെറുതോ എന്നുള്ളതല്ല, കിട്ടുന്ന ക്യാരക്ടർ ഉറപ്പായിട്ട് ആ കണ്ടിറങ്ങുന്ന ആൾക്കാരുടെ മനസ്സിൽ പോകരുത്. അതാണ് ഇപ്പൊ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. അത് ഉറപ്പാണ്, നിങ്ങൾ മറക്കത്തില്ല. ഈ സ്ക്രിപ്റ്റിന് വേറൊരു പ്രത്യേകമുണ്ട്. സ്ത്രീ കഥാപാത്രത്തിന് വളരെ പ്രാധാന്യമുള്ള ഒരു സ്ക്രിപ്റ്റ് കൂടിയാണ്. സസ്പെൻസ് അതല്ല, സ്ത്രീ കഥാപാത്രത്തിന് പ്രാധാന്യമുണ്ട് എന്ന് പറയുന്നതല്ല സസ്പെൻസ്. ഈ ബോർഡിലേക്ക് ഞാൻ എത്തുന്നത് സ്റ്റാലിൻ സാർ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ്. ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുണ്ട്. അപ്പോൾ സ്റ്റാലിൻ സാർ എനിക്ക് മെസ്സേജ് ഇട്ട് ചോദിച്ചു ഇങ്ങനെ സംഭവമുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി സെലക്റ്റഡ് ആയി. അവിടെ ദുബായിൽ വന്നു. സംഭവം വളരെ പെട്ടെന്ന് സംഭവങ്ങൾ നടന്നിരുന്നു. ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് കൊണ്ടൊക്കെ എനിക്ക് കുറച്ചും കൂടി, പിന്നെ ഇവര് എല്ലാവരും ഒരു കമ്പനി ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് നടന്മാരുടെ കൂടെയാണ് ആദ്യം ചെല്ലുന്നതെങ്കിൽ നമുക്കൊരു ഭയങ്കര ടെൻഷനായിരിക്കും, ഊഹിച്ചറിയാം. പക്ഷെ ഇവര് വളരെ കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സത്യം പറയാനൊരു ഭയം ഉണ്ടായിരുന്നില്ല എനിക്ക്. കാരണം സാറ് പറഞ്ഞു ചിലപ്പോൾ അത് രജംഭായി ആവും പറയുക, ഇവിടെ അനൂപ് നിങ്ങളൊക്കെ പറയാറുണ്ട് ഡൈസൺ അത് കുറച്ചിങ്ങനെ മാറ്റി പിടിച്ചാൽ നന്നായിരിക്കും. അവർ പറയുന്നത് അത് പരമാവധി ഞാൻ ചെയ്തെന്ന് തോന്നുന്നില്ലേ? അപ്പം അത് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പ്രതീക്ഷയുണ്ട് കാര്യങ്ങൾ ഭംഗിയായിട്ട്. എല്ലാവരും ഈ വിഷ്വൽ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും
കൂടെ ആവശ്യപ്പെടുകയാണ്. ഈ മൂവി തിയേറ്ററിൽ ചെന്ന് കണ്ട് ഞങ്ങളെപ്പോലുള്ള പുതിയ ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് ഇവിടെ എത്തിയ എല്ലാ സോഷ്യൽ മീഡിയയിലും പഴുതിൻ്റെ ഹൃദയമായ നന്ദി അറിയിക്കുന്നു.